പണ്ടുള്ള പഴമക്കാരൊക്കെ പറയുന്നത് പോലെ കടലിലെ ഓളത്തിനും കരളിലെ മോഹത്തിനും ഒടുക്കല്ല. മക്കള് ജനിക്കുമ്പം വിചാരിക്കും മക്കളൊക്കെ ഒരു നിലക്കെത്തുന്നത് വരെ പടച്ചോനെ ആ മക്കളെ വാപ്പയായി ഉമ്മയായിട്ട് നീ ഞങ്ങൾക്ക് ആയുസ് തരണേന്ന്. ഇരിക്കുന്ന പല മാതാപിതാക്കളും ഇപ്പൊ പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആദ്യം ചോദിക്കുന്നതും അതാ, റബ്ബേ എന്റെ മക്കൾ ഒരിക്കലും യത്തീമക്കളാക്കരുതട്ടോ. എന്റെ മക്കളൊക്കെ ഒരു പഠിച്ച് നിലക്കെത്തുന്നത് വരെ, പെൺമക്കളാണെങ്കിൽ അവരെയൊക്കെ കൈപിടിച്ച് മറ്റൊരാളെ ഏൽപ്പിക്കുന്നത് വരെ നീ ഞങ്ങൾക്ക് ആയുസ് നീട്ടിത്തരണേ റബ്ബേ എന്ന് യത്തീം മക്കളുടെ മുഖം കാണുമ്പം ഹൃദയം പൊട്ടിയിട്ടാണെങ്കിലും നമ്മൾ നമ്മളെ മക്കൾക്ക് വേണ്ടി പടച്ചോനോട് ദ്വാരക്കാറുണ്ട്. അങ്ങനെ മക്കളൊക്കെ ഒരു പ്രായമെത്തുമ്പം പിന്നെ റബ്ബിനോട് നമ്മൾ പറയും, പടച്ചോനെ എനിക്കെന്റെ മക്കളെയൊക്കെ ഒന്ന് കല്യാണം കൂടിയിട്ട് മരിച്ചാൽ മതിയായിരുന്നു. ഇളയ മോളെ ഒരുത്തന്റെ കയ്യൊക്കെ പിടിച്ചു കൊടുക്കുന്ന കാലം വരെ അതുകൂടി കിട്ടിയിട്ട് മരിച്ചാൽ മതിയായിരുന്നു റബ്ബേ എന്ന് പറയും. ഉള്ളതിൽ ഇളയ കുട്ടിയെ കല്യാണം കഴിപ്പിച്ചു കൊടുത്താൽ പിന്നെ നമ്മൾ സ്വപ്നം കാണുന്നത് എന്റെ മക്കൾക്കൊക്കെ ഒരു മക്കളുണ്ടായി, പേരക്കുട്ടികളെ, ഇളയോക്കൊരു കുഞ്ഞനെയും കൂടി കണ്ടിട്ട് മരിച്ചാൽ മതിയായിരുന്നു. ഇതാണ് നമ്മളുടെ ഓരോരുത്തരുടെയും മനസ്സ്. കടലിലെ ഓളത്തിനും കരളിലെ മോഹത്തിനും ഒടുക്കല്ല. പക്ഷെ ഇതൊന്നും പരിഗണിക്കാതെ ജീവിതത്തിന്റെ ഏതോ ഒരു നിമിഷം ഒരാളുടെയും സങ്കടങ്ങളോ ഒരാളുടെയും ജീവിതത്തിലുള്ള പ്രാരാബ്ദങ്ങളോ പ്രതീക്ഷകളോ പരിഗണിക്കാതെ അല്ലാഹു തആല നിശ്ചയിച്ച സമയം, നിശ്ചയിച്ച കോലത്തിൽ നമ്മളെ ഈ ദുനിയാവിൽ നിന്നും തിരിച്ചു കൊണ്ടുപോകും. ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് കോഴിക്കോട് വിമാനത്താവളത്തിലുണ്ടായൊരു മരണവാർത്ത നമ്മൾ കേട്ടിട്ടുണ്ട്. വാപ്പയുടെ പേരിലുള്ള കടം വീട്ടാൻ വേണ്ടി നാട്ടിൽ ചിക്കൻ സ്റ്റാൾ നടത്തിയിരുന്നൊരു ചെറുപ്പക്കാരൻ ബാധ്യതകൾ തീർക്കാൻ വേണ്ടി കിടപ്പാടം പോലും പണയപ്പെടുത്തി കിട്ടിയ പണം കൊണ്ടൊരു വിസ സംഘടിപ്പിച്ച് പ്രവാസ ലോകത്തേക്ക് പുറപ്പെട്ടു. 5 വർഷത്തോളം പ്രവാസിയായി വാപ്പയുടെ പേരിലുള്ള പകുതിയിലധികം കടം വീട്ടി നാട്ടിലേക്ക് വിമാനം കയറുന്ന ചെറുപ്പക്കാരന്റെ മനസ്സിലുള്ളത് 5 കൊല്ലത്തെ വിരഹത്തിന്റെ വേദനയുമായി കാത്തിരിക്കുന്ന സ്വന്തം പെണ്ണിനെ ഒന്ന് കണ്ണു നിറയെ കാണണം, ആകെയുള്ള 2 ചെറിയ മക്കളെ, ആൺമക്കളെ ഒന്ന് കാണണം എന്ന പ്രതീക്ഷയോടെയാണ് അദ്ദേഹം വിമാനത്തിൽ കയറി നാട്ടിലെത്തിയത്. കരിപ്പൂര് വിമാനത്താവളത്തിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തപ്പോ പെട്ടെന്ന് എഴുന്നേറ്റ് നിന്ന് അദ്ദേഹം തൊട്ടടുത്തുള്ള സുഹൃത്തിനോട്, തൊട്ടടുത്തുള്ള സീറ്റിലിരിക്കുന്നവനോട് ചോദിച്ചു, നമ്മൾ കരിപ്പൂരെത്തിയില്ലേ? എത്തി എന്നവൻ പറഞ്ഞപ്പോ അൽഹംദുലില്ലാ എന്നും പറഞ്ഞ ചെറുപ്പക്കാരൻ സീറ്റിലേക്ക് ചാരിക്കടന്നു. മിനിറ്റുകൾക്കപ്പുറം ആ വിമാനത്തിലുള്ള 138 യാത്രക്കാരും പുറത്തേക്കിറങ്ങി. ഓരോരുത്തരും കയ്യിലുള്ള സാധനങ്ങളുമായി വെപ്രാളപ്പെട്ട് കുടുംബത്തെ സ്വപ്നം കണ്ട് പുറത്തേക്ക് ഓടിക്കതച്ചിറങ്ങുമ്പോ 138 പേരും പുറത്തേക്ക് പോയിട്ടും ആ സീറ്റിൽ ചാരിക്കടക്കുന്ന ചെറുപ്പക്കാരൻ അനങ്ങുന്നില്ല. ആ ചെറുപ്പക്കാരനെ കാത്ത് പുറത്ത് വൃദ്ധനായൊരു പിതാവുണ്ട്, മാതാവുണ്ട്, 5 കൊല്ലത്തെ പ്രതീക്ഷയിൽ ഭർത്താവിനെ ഒന്ന് കൺകുളിർക്കെ കാണാൻ കാത്തു നിൽക്കുന്ന ഒരു ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്. പിന്നെ ആ കുടുംബം കാണുന്നത് ആ ഒരു എയർപോർട്ടിന്റെ ഉള്ളുഭാഗത്താകെ വല്ലാത്തൊരു വെപ്രാളം. അവര് നോക്കിക്കൊണ്ടിരിക്കെ വിമാനത്താവളത്തിന്റെ ഉള്ളിൽ നിന്നും സൈറൻ മുഴക്കിക്കൊണ്ട് ഒരു ആംബുലൻസ് ചീറിപ്പാഞ്ഞ് പുറത്തേക്ക് പോകുന്നു. അകത്തുനിന്ന് പെട്ടിയും പിടിച്ച് കുടുംബക്കാരെ മുഖം നോക്കി പുറത്തേക്ക് വരുന്ന ഓരോ കുടുംബക്കാരെയും ഈ 2 മക്കളും ഭാര്യയും വാപ്പയും ഉമ്മയും മാറി മാറി നോക്കുന്നുണ്ട്. പക്ഷെ മിനിറ്റുകൾ കഴിഞ്ഞിട്ടും മകൻ പുറത്തേക്ക് വരാതായപ്പോ വെപ്രാളപ്പെട്ട് വിതുമ്പിക്കരയുന്ന പിതാവിനോട് അവിടെയുള്ള ചില ഉദ്യോഗസ്ഥന്മാരും ഡ്രൈവർമാരും കാര്യം തിരക്കി. ഉദ്യോഗസ്ഥന്മാരോട് കാര്യം വിശദീകരിച്ചപ്പോ ആ എയർപോർട്ട് അധികൃതർ ഈ കുടുംബത്തെയും കൂട്ടി കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രിയിലെത്തി.
കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രിയുടെ മുൻപിൽ ICUവിന്റെ മുൻപിൽ ഒരു സ്ട്രെച്ചറിൽ ജീൻസും കുപ്പായവും ധരിച്ച് ഭംഗിയായി കിടക്കുന്ന അല്പം വയറുള്ള ഒരു ചെറുപ്പക്കാരനെ ചൂണ്ടിയിട്ട് ചോദിച്ചു, ഇതാണോ നിങ്ങളുടെ മകൻ? ആ സ്ട്രെച്ചറിൽ ചേതനയേറ്റ് കിടക്കുന്ന 5 കൊല്ലത്തെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ആ വാപ്പ ആ മകനെ വാരിലേക്ക് മാറിലേക്ക് ചോർത്ത് പിടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞ് ചോദിച്ച ചോദ്യം ഇന്നും അവിടെയുള്ള ഡ്രൈവർമാര് കണ്ണുനീരോടെ പറയും. ആ പിതാവ് ചോദിച്ചത് ഇങ്ങനെയായിരുന്നു, എന്തിനാ പടച്ചോനെ ഈന്റെ മോനെ കൊണ്ടുപോയത്? മരുന്നുമ്മല് ജീവിക്കുന്ന ഞാനും എന്റെ പെണ്ണുങ്ങളൊക്കെ ഇവിടെ ഉള്ളപ്പോ എന്തിനാ പടച്ചോനെ ഇങ്ങിന്റെ പേരക്കുട്ടികളെ എത്തിമാക്കിയത്? എന്തിനാ പടച്ചോനെ ഈ സാധു പെൺകുട്ടീനെങ്ങി വിധവയാക്കിയത്? എന്തിനാ പടച്ചോനെ ഞങ്ങൾ നീ ബാക്കി വെച്ചത്? നിനക്ക് ഞങ്ങളെയും കൂടി കൊണ്ടുപോയി കൂടായിരുന്നോ? ഇന്ന് ഹൃദയം പൊട്ടി കരയുന്ന ഒരു വാപ്പയുടെ കണ്ണുനീരിന്റെ മറവിലൂടെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെയൊക്കെ അള്ളാഹു തിരിച്ചു കൊണ്ടുപോകും. അതുകൊണ്ടാണ് മുൻഗാമികളായ ചില ഉലമാക്കൾ പാടിപ്പറഞ്ഞ ഒരു മഹത്തായ വരികളുണ്ട്. വളരെ മനോഹരമായിട്ട് അവരതിങ്ങനെ വിശദീകരിച്ചു ഒരു കവിതയിലൂടെ. വലത്തുക ഉമ്മുക യബ്ന ആദമ ബാക്കിയ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ ഫഅമൽ ബിനഫ്സിക ഇദാ തകുൻ ബകാ ഫി യൗമി മൗതിക ലാഹികൻ മസ്റൂറാ വലത്തുക ഉമ്മുക യബ്ന ആദമ ബാക്കിയ. ആദമിന്റെ മക്കളെ, നിങ്ങൾ ഓരോരുത്തരും ഈ ഭൂലോകത്തേക്ക് നിങ്ങൾ വന്നത് കരയുന്നവരായിക്കൊണ്ടാണ്. നിങ്ങളുടെ ഉമ്മ നിങ്ങളെ പ്രസവിച്ചത് കരയുന്നവരായിക്കൊണ്ടാണ്. ജനിച്ച ഉടനെ കുട്ടി കരഞ്ഞിട്ടില്ലെങ്കിൽ ആശുപത്രി മൂകമാകും, ഡോക്ടർമാര് വെപ്രാളപ്പെടും. കുടുംബത്തിലെ ഉമ്മമാരൊക്കെ അങ്ങനെ കണ്ണീര് കുടിക്കും. കാരണം ജനിച്ചിട്ട് കുട്ടി ഇതുവരെ മിണ്ടിയിട്ടില്ല. അങ്ങനെ ജനിച്ച കുട്ടി മിണ്ടാതിരിക്കുമ്പോ വെപ്രാളപ്പെട്ട് കണ്ണീരുമായി നടക്കുന്നതിനിടയിൽ ആ കുഞ്ഞങ്ങാനും കരയുമ്പോ ആ കരച്ചിൽ ഒരിക്കലും കൂടി നിൽക്കുന്ന കുടുംബക്കാരെ കണ്ണീരിലാക്കാറില്ല. അവര് ചിരിക്കും, അൽഹംദുലില്ലാ കുട്ടി കരഞ്ഞിട്ടോ. അങ്ങനെ നിന്റെ മാതാവ് നിന്നെ പ്രസവിച്ച് കരയിപ്പിച്ചപ്പോ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ, നിന്റെ ചുറ്റുഭാഗത്തും കൂടി നിൽക്കുന്ന ആളുകളൊക്കെ അന്ന് ചിരിച്ചവരാ. നിന്റെ കരച്ചിൽ കണ്ട് നിന്റെ കുടുംബക്കാര് ചിരിച്ചിട്ടുണ്ടെങ്കിൽ ആ നീ ജനിച്ച അമ്മ എങ്കിൽ ഫഅമൽ ബിനഫ്സിക ഇദാ തകുൻ ബകാ ഫി യൗമി മൗതിക ലാഹികൻ മസ്റൂറാ. ഈ ലോകത്തുള്ള നിന്റെ എല്ലാ അവകാശങ്ങളും നിലച്ചു പോകുന്ന ഒരു ദിനം വരാനുണ്ട്. നീ തുറന്ന നിന്റെ കണ്ണുകൾ പോലും നിനക്കടക്കാൻ പറ്റാത്തൊരു ദിനം, നീ തുറന്നുപോയ നിന്റെ വായകൾ പോലും നിനക്ക് ഒരുമിച്ചടക്കാൻ പറ്റാത്തൊരു ദിനം, നിന്റെ 2 കാലുകൾ നിനക്ക് അടുപ്പിച്ചു വെക്കാൻ പറ്റാത്തൊരു ദിനം, നീ ധരിച്ചിരുന്ന നിന്റെ കുപ്പായത്തിന്റെ കുടുക്കുകൾ പോലും നിനക്ക് അയക്കാൻ പറ്റാത്തൊരു ദിനം, നീ കുളിച്ചിരുന്ന നിന്റെ കുളിക്ക് പകരം നിന്നെ കുടുംബക്കാര് കുളിപ്പിക്കുന്നൊരു ദിനം, നീ വിസർജിച്ചിരുന്ന നിന്റെ വിസർജ്യത്തിന് പകരം നിന്റെ വയറ് അമർത്തി നിന്നെ വിസർജിപ്പിക്കുന്നൊരു ദിനം, ഈ ദുനിയാവിന്റെ സർവ്വ അധികാരങ്ങളും ഉപേക്ഷിച്ച് ഒന്നിന്റെയും അവകാശമില്ലാതെ 3 വെള്ളത്തുണിയിലോ 5 വെള്ളത്തുണിയിലോ വീട്ടിന്റെ സിറ്റൗട്ടിലോ പോർച്ചിലോ മണിക്കൂറുകൾ കിടന്ന് അവസാനം 6 കാലുള്ള കട്ടിലിലേക്ക് കയറി റബ്ബ് സൃഷ്ടിക്കപ്പെട്ട നിശ്ചയിക്കപ്പെട്ട പള്ളിക്കാട്ടിലെ 6 അടി മണ്ണിന്റെ അടിയിലേക്ക് നീ തിരിച്ചു പോകുമ്പോ ഫഅമൽ ബിനഫ്സിക ഇദാ തകുൻ ബകാ ഫി യൗമി മൗതിക ലാഹികൻ മസ്റൂറാ. നിന്റെ നെഞ്ചൊട്ടിക്കടന്ന പെണ്ണ് നിനക്ക് വേണ്ടി കരയുമ്പോ, നിന്നെ പ്രാണനെ പോലെ സ്നേഹിച്ചിരുന്ന നിന്റെ ഭർത്താവ് നിനക്ക് വേണ്ടി പെരുമ്പിക്കരയുമ്പോ, നീ ജനിപ്പിച്ച നിന്റെ മക്കൾ നിനക്ക് വേണ്ടി ഏങ്ങലടിക്കുമ്പോ, നിനക്ക് വേണ്ടി നിന്റെ കുടുംബക്കാര് വിതുമ്പിക്കരയുന്ന അന്ന് അവർക്ക് നടുവിൽ സുരക്ഷിതനായി പുഞ്ചിരിച്ചുകൊണ്ട് വന്ന റബ്ബിന്റെ അരികിലേക്ക് നിനക്ക് തിരിച്ചു പോകണമെങ്കിൽ ഫഅമൽ ബിനഫ്സിക, നിനക്ക് നീ അധ്വാനിച്ചു തുടങ്ങണം. നിന്റെ യാത്ര നിനക്ക് എളുപ്പമാക്കാൻ പറ്റണം. ആ യാത്ര നിനക്ക് എളുപ്പമാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും നാളെ റബ്ബിന്റെ 6 അടി മണ്ണിൽ
ലോകത്തിന്റെ റബ്ബ് ഏറ്റവും വെറുക്കപ്പെട്ട മനുഷ്യനായി നീ പടച്ച റബ്ബിന്റെ മുൻപിൽ ഹാജരാക്കപ്പെടും. ആ ഒരു മരണം ഏത് സെക്കൻഡും നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട്. കുടുംബക്കാരും ബന്ധുക്കളും ആറടി മണ്ണ് കൊണ്ടിച്ചു പോരുന്നൊരു ദിനം ഒന്ന് ആലോചിച്ചു നോക്കി മനുഷ്യരെ. നമ്മളെ മരണം നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഈ കാണുന്ന തിരക്കും വെപ്രാളവും ഒന്നും ഉണ്ടാവില്ല. ഈ നടുവണ്ണൂർ പ്രദേശത്തോ വൃത്തിയുടെ ചുറ്റുഭാഗത്തോ കുടുംബത്തിലുള്ള നമ്മളാരോ ആണെങ്കിൽ നാളെ നേരം കൊടുക്കുമ്പം നാട്ടിലുള്ള സർവ്വ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഒരു മെസ്സേജ്, ഇന്നാലിന്ന വീട്ടിലെ ഇന്ന ആള് അള്ളാഹുവിന്റെ വെടിക്ക് ഉത്തരം നൽകിയിരിക്കുന്നു. ഏതോ കല്യാണ വീട്ടിലോ ഈ സദസ്സിലോ ഇരിക്കുന്ന സമയത്ത് ക്യാമറാമാൻ എടുത്ത ഒരു ഫോട്ടോ, 5-6 കുടുംബക്കാരുടെയിൽ ഇരിക്കുന്ന ഒരു ഫോട്ടോ അല്പം ക്രോപ്പ് ചെയ്ത് എന്നിട്ടത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് അടിയിൽ ഒരു ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, നടുവണ്ണൂര് താമസിക്കുന്ന ഇന്ന പ്രദേശത്തെ ഇന്ന വ്യക്തി അള്ളാന്റെ വിളിക്ക് ഉത്തരം നൽകി മടങ്ങിയിരിക്കുന്നു എന്ന വാർത്ത ഈ പ്രദേശത്തുള്ള എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലും ഇങ്ങനെ പ്രചരിക്കും. വിവരമറിയുന്ന ഓരോരുത്തരും നമ്മളെ വീട്ടിലേക്ക് കയറി വരും. നമ്മളെ വീട്ടിന്റെ പല ഭാഗത്തും അവര് താറപ്പായകൾ വലിച്ചു കെട്ടും. ഓരോരുത്തരും അടക്കം പിടിച്ചിട്ട് പറയും, ഇന്നലെ വിർച്വൽ സ്കൂളിന്റെ അവിടത്തെ പരിപാടിക്ക് ഞങ്ങൾ സംസാരിച്ചതാ, ജമാഅത്ത് നിസ്കരിച്ചപ്പോ എന്റെ തൊട്ടടുത്ത് നിന്നതാ, ഇന്നലെ അടുത്തുനിന്ന് പോകുമ്പോ എന്നോടൊന്ന് മിണ്ടി സലാം പറഞ്ഞു പോയതാ. ഇത്രയുള്ളൂ പടച്ചോനെ മനുഷ്യന്റെ കാര്യം നമ്മൾ സങ്കടപ്പെട്ടിരിക്കുമ്പോ വീട്ടിലെ ചില കാരണന്മാര് മുറ്റത്തിരിക്കുന്ന കുടുംബക്കാരോടും ബന്ധുക്കളോടും ചോദിക്കും, അല്ല നേരത്തോട് നേരാവാൻ തുടങ്ങി, മയ്യത്ത് അതിന്റെ സ്വഭാവം കാണിച്ചു തുടങ്ങും. എന്താ സ്വഭാവം? ഈ കാണുന്ന ശരീരത്തിന്റെ പവറൊക്കെ ജീവനുള്ളപ്പോഴേ ഉള്ളൂ. ഒരു സെക്കൻഡിൽ 100 തവണ മിടിക്കുന്ന, ഒരു മിനിറ്റിൽ 100 തവണ മിടിക്കുന്ന ഹൃദയത്തിന്റെ മിടിപ്പിനനുസരിച്ച് ഞരമ്പുകളിലൂടെ കുതിച്ചോടുന്ന രക്തം ആയിരക്കണക്കിന് തുള്ളികൾ കിഡ്നികളാൽ ശുദ്ധീകരിക്കപ്പെട്ട് ശരീരത്തിന്റെ പല ഭാഗത്തേക്കും ഞരമ്പുകളിലൂടെ കുതിച്ചോടുന്നുണ്ട്. പക്ഷെ ഈ മിടിപ്പ് നിലയ്ക്കുമ്പോ, ജീവൻ ഇല്ലാണ്ടാകുമ്പോ ആ രക്തത്തിന്റെ ഓട്ടം കുറയും, കിഡ്നിയുടെ പ്രവർത്തനം അവതാളത്തിലാകും, ബ്ലഡുകൾ സർക്കുലേറ്റ് ചെയ്യപ്പെടാതിരിക്കും. കെട്ടിക്കിടക്കുന്ന ബ്ലഡിന് ഏത് ദ്വാരത്തിലൂടെ പുറത്തേക്ക് ചാടാൻ പറ്റുന്നു? ആ രക്തം ഇങ്ങനെ കാത്തിരിക്കുമ്പോഴാണ് മരിച്ച മയ്യത്തിന്റെ 4ാമത്തെ മണിക്കൂറിൽ മൂക്കുകൂടെ ബ്ലഡ്, വായിലൂടെ ബ്ലഡ്, ശരീരത്തിന്റെ ചില ഭാഗങ്ങളിലൂടെ പിൻദ്വാരത്തിലൂടെ ബ്ലഡ്. കാരണം അത്രേ ഉള്ളൂ. ജീവിതത്തിൽ ശരീരത്തിനും ജീവനുണ്ടെങ്കിലും മാത്രമേ വിലയുള്ളൂ. ആ സമയത്ത് ചിലര് വാക്കിലേക്കൊന്ന് നോക്കിയിട്ട് പറയും, എനിക്ക് കാത്തുവെക്കണ്ട, പെട്ടെന്നൊന്ന് കുളിപ്പിച്ചോളൂ. അകത്തു കൊണ്ടുപോകുന്നവർ വൃത്തിയായി കുളിപ്പിച്ച് 3 വെള്ളപ്പടവയിൽ പൊതിഞ്ഞ് 6 അടി മണ്ണിലേക്ക് വെച്ച് തസ്ബീഹ് ചൊല്ലിത്തരുന്ന ആ കാലം വരെ മാത്രമേ എന്റെ ഇങ്ങളെയും ഓർമ്മ ജനങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകൂ, അല്ലേ? ഇന്ന് മഗ്‌രിബ് നമസ്കരിച്ച സമയത്ത് എത്ര പേര് പടച്ചോന്റെ നേരെ കൈനീട്ടിയപ്പോ കുടുംബത്തിൽ മരിച്ചോയോ അല്ല മുഖോർമ്മ വന്നു? എത്ര പേർക്ക് ജനിപ്പിച്ച വാപ്പാന്റെയും ഉമ്മാന്റെയും മുഖോർമ്മ വന്നു? എത്ര ആളുകൾ അപ്രതീക്ഷിതമായ മരണത്തിന്റെ മുൻപിൽ ആ മരണം കണ്ട് പടച്ചോനെ എന്തും മരണ റബ്ബേ ഇത് എന്ന് ചിന്തിച്ചവരെ എത്ര പേര് അവർക്ക് വേണ്ടി ദ്വാരുന്നു? ജീവിച്ചിരിക്കുന്ന ഈ മനുഷ്യന്മാരെ മനസ്സിലെ ഞാനുങ്ങളുള്ളൂ. ഇരിക്കുന്ന ഓരോ മക്കളോടും വാപ്പാന്റെ പേരെന്താന്ന് ചോദിച്ചാൽ അവര് പറയും, ഒരു പക്ഷേ വാപ്പന്റെ പേരും പറയും. ഉദാഹരണമായിട്ട് എന്റെ വാപ്പാന്റെ പേരെന്താന്ന് ചോദിച്ചാൽ ഞാൻ ആവേശത്തോടെ പറയും അബ്ദുറഹിമാൻ. വീണ്ടും അയാൾ എന്നോട് ചോദിച്ചു, വാപ്പന്റെ പേരോ? വാപ്പന്റെ വാപ്പ പോക്കുട്ടി സാഹിബ്. ശരി, പോക്കുട്ടി സാഹിബിന്റെ വാപ്പാന്റെ പേരോ? എനിക്കറിയൂല. ഇരിക്കുന്ന എത്ര മക്കൾക്ക് സ്വന്തം വാപ്പന്റെയും വല്യാപ്പന്റെ വാപ്പന്റെയും പേരറിയാം? അതിനർത്ഥം 125 കൊല്ലങ്ങൾക്ക് മുൻപ് ജീവിച്ചൊരു മനുഷ്യനെ ഇന്ന് നമുക്കറിയൂല. ഇനിയൊരു 125 കൊല്ലം കൂടി കഴിഞ്ഞ എന്റെ മകൻ അബ്ദുള്ളാക്ക് ഒരു മകൻ ഉണ്ടായാൽ ആ മകന്റെ കാലഘട്ടം വരെ എന്നെ ഓർക്കും. അത് കഴിഞ്ഞ എന്നെ ആർക്കും ഓർമ്മയുണ്ടാവൂല. ജീവിച്ചിരിക്കുന്ന 100-100 കൊല്ലത്തെ ആൾക്കാരെ മനസ്സിലെ ഞാനുങ്ങളുള്ളൂ. ഈ കാണുന്ന മനുഷ്യന്മാരെ നാവുകളിലെ നമുക്ക് ദ്വാള്ളൂ. ഈ ഇരിക്കുന്ന ബന്ധുക്കളുടെ ഹൃദയത്തിലെ നമുക്ക് സ്ഥാനമുള്ളൂ. അതേ റബ്ബ് പറഞ്ഞിട്ടുള്ളൂ, മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ. മിൻഹാ ഖലഖനാകും, ആ മണ്ണിൽ നിന്നാണ് നിങ്ങൾ വന്നതെങ്കിൽ തീർച്ചയായും വഫീഹാ നുഈദുകും, ആ മണ്ണിലേക്ക് തന്നെ നമ്മൾ മടക്കപ്പെടും. ആ മടക്കപ്പെടുന്ന യാത്രയിൽ ലോകത്തിന്റെ സൃഷ്ടാവ് നമുക്ക് എന്തൊക്കെ തന്നോ
ആ നൽകപ്പെട്ട സർവ്വ അനുഗ്രഹങ്ങളെ കുറിച്ചും അള്ളാഹു ഖബറിൽ ചോദിക്കും. അള്ളാഹുവിന്റെ പരലോകത്ത് റബ്ബ് ചോദ്യം ചെയ്യപ്പെടും. ജനിച്ചു എന്നത് യാഥാർത്ഥ്യമാണെങ്കിൽ, ഇന്ന് ജീവിക്കുന്നത് നമ്മൾ യാഥാർത്ഥ്യത്തോടെയാണെങ്കിൽ, ഒരു കാര്യം ഉറപ്പാ മുഅ്മിനീങ്ങളെ, നാളെ പടച്ച റബ്ബിന്റെ മരണം നമ്മളെ തേടിയെത്തിയാൽ, ആ മരണം തേടിയെത്തുന്നതിന് ശേഷം നമുക്ക് നൽകപ്പെട്ട സർവ്വ കാര്യങ്ങളെ കുറിച്ചും അള്ളാഹുവിന്റെ അടുത്ത് നമ്മൾ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി, ലാ തസൂലു ഖദമാ അബ്ദിൻ യൗമൽ ഖിയാമ. ആകാശ ലോകത്തേക്ക് നോക്കി ലോകത്തിന്റെ പ്രവാചകൻ കണ്ണുനീരോടെ പറഞ്ഞൊരു വാക്കാണത്. ലാ തസൂലു ഖദമാ അബ്ദിൻ യൗമൽ ഖിയാമ. സൂര്യൻ ഒരു ചാണ് മുകളിലേക്ക് സൃഷ്ടിക്കപ്പെടും. കത്തിജ്വലിക്കുന്ന അഗ്നിയാൽ മനുഷ്യന്റെ ശരീരം വിയർപ്പിൽ മുങ്ങും. നെറ്ററ്റം കാലറ്റം ഞെരിയാണിയറ്റം മൂക്കറ്റം വരെ വിയർപ്പിൽ കുളിച്ചു നിൽക്കും. വഇദൽ ജന്നത്തു ഉസ്ലിഫത്ത്. ആയിരക്കണക്കിന് മലക്കുകൾ റബ്ബിന്റെ നരകം വലിച്ചു കൊണ്ടുവരപ്പെടും. സ്വർഗം ഹാജരാക്കപ്പെടും. വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫാ. ഒരു ഭാഗത്ത് സൃഷ്ടാവും അവന്റെ മലക്കുകളും ഹാജരാക്കപ്പെടും. അന്ന് ലോകത്തിന്റെ സൃഷ്ടാവ് മനുഷ്യനോട് പറയുന്നു, ലാ തസൂലു ഖദമാ. ഈ ദുനിയാവിൽ പടച്ച റബ്ബ് നിനക്ക് എന്തൊക്കെ തന്നോ ആ നൽകപ്പെട്ട സർവ്വ അനുഗ്രഹങ്ങളെ കുറിച്ചും നീ ചോദ്യം ചെയ്യപ്പെടും മനുഷ്യ. ആരോഗ്യം ക്ഷയിച്ചവനോട് ആരോഗ്യത്തെ കുറിച്ച് റബ്ബ് ചോദിക്കുമെന്നല്ല, സൂക്കേടില്ലാത്തവനോട് സൂക്കേടില്ലാത്തതിനെ പറ്റി പടച്ചോൻ ചോദിക്കും. സൂക്കേടുള്ളവനോട് റബ്ബ് അതിനെപ്പറ്റി ചോദിക്കും. മക്കളുള്ളവരോട് മക്കളെ പറ്റി ചോദിക്കും. മക്കളില്ലായ്മയിൽ ക്ഷമിച്ചവരോട് പടച്ച റബ്ബ് കാരുണ്യത്തോടെ പെരുമാറും. സമ്പത്തുള്ളവനോട് സമ്പത്ത് എങ്ങനെ സമ്പാദിച്ചെന്ന് റബ്ബ് ചോദിക്കും. സമ്പത്ത് ചെലവഴിച്ചവനോട് ആ സമ്പത്ത് എവിടെയൊക്കെ നീ ചെലവഴിച്ചെന്ന് ചോദിക്കും. ഓരോ ചോദ്യത്തിനും കൃത്യമായ ഉത്തരം നിന്റെ സൃഷ്ടാവിനോട് നിനക്ക് പറയാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അള്ളാഹുവിന്റെ പ്രവാചകന്മാരോടൊപ്പം സിറാത്ത് എന്ന പാലം കടന്ന് സുരക്ഷിതനായി നിനക്ക് നിന്റെ റബ്ബിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കാം. നിന്നെ കാത്തിരുന്നു കൊണ്ട് റബ്ബ് നിന്നെ സ്വാഗതം ചെയ്യും. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ വദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അല്ലാഹു നിശ്ചയിച്ച ദുനിയാവിൽ കാപട്യത്തിന് കീഴ്പ്പെടാതെ, സിനിമകൾക്ക് കീഴ്പ്പെടാതെ, പരസ്യങ്ങൾക്ക് കീഴ്പ്പെടാതെ, നാടോടുമ്പോൾ നടുവേ ഓടുന്ന ലിബറലുകൾക്ക് കീഴ്പ്പെടാതെ, സ്വന്തം കുടുംബത്തെയും മക്കളെയും സ്വന്തം നാടിനെയും ദീനിനെയും കരിക്കട്ടയെപ്പോലെ തീക്കട്ടയെപ്പോലെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് പടച്ച റബ്ബിന്റെ സ്വർഗത്തിന് വേണ്ടി അടരാടി പണിയെടുത്ത മുഅ്മിനേ, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ. നീ സ്വപ്നം കണ്ട സ്വർഗമാണത്, നീ ആഗ്രഹിച്ച സ്വർഗമാണത്, നീ പ്രതീക്ഷിച്ച സ്വർഗമാണത്. അതുകൊണ്ട് ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ഇന്ന് റബ്ബ് സ്വാഗതം ചെയ്യുമ്പോ സുരക്ഷിതനായി നിനക്ക് അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. ആ പ്രതീക്ഷയോടുകൂടിയാണ് ജീവിക്കുന്നതെങ്കിൽ നാളെ പടച്ച റബ്ബിന്റെ കോടതിയിലുള്ള ചോദ്യത്തിന്റെ ഉത്തരം ജീവിച്ചിരിക്കുന്ന കാലത്ത് കണ്ടെത്തണം. അത് പടച്ചോന്റെ അടുത്തെത്തിയിട്ട് എങ്ങനെങ്കിലും പറയാമെന്ന് ചിന്തിക്കാൻ പറ്റൂല. കാരണം റബ്ബിന്റെ അരികിൽ ഒരിക്കലും നമുക്ക് അവിടെ ഒരു സ്വയം കാരണം കണ്ടെത്താൻ സാധിക്കൂല. അതുകൊണ്ട് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ആയിഷ ബീവി പുഞ്ചിരിയോടെ റസൂലിന്റെ അടുത്ത് വന്ന് ചോദിച്ചു, റസൂലേ, നിങ്ങൾ വിശദീകരിച്ച ഒരു കാര്യത്തിൽ എന്റെ മനസ്സൊന്ന് കൊണ്ടിട്ടുണ്ട്, ഒന്ന് കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ തിരുദൂതൻ ചോദിച്ചു, എന്താ ആയിഷ? ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, റസൂലേ, റബ്ബിന്റെ മഹ്ശറയിൽ ചെല്ലുമ്പോ എല്ലാവരും ജനിച്ച പടിയാണ് എന്ന് നിങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അഥവാ വസ്ത്രത്തിന്റെ ഒരു നൂലിയ ബന്ധമില്ലാതെയായിരിക്കും ഒരുമിപ്പിച്ചു കൂട്ടുക. ആയിഷ ബീവിന്റെ മുഖത്ത് നോക്കി റസൂലുള്ള ചോദിച്ചു, എന്തേ ആയിഷ, എന്തേ ആയിഷ, നിനക്കത് വിശ്വാസം വന്നില്ലേ? ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, റസൂലേ, ആളുകളൊക്കെ നഗ്നരായി നിൽക്കുക അവിടെ, അങ്ങനെ നിന്നാൽ തന്നെ മറ്റുള്ള ആളുകൾ നോക്കുമ്പോ അതൊരു കുറവല്ലേ റസൂലേ? അള്ളാഹുവിന്റെ തിരുദൂതന്റെ കണ്ണു നിറയാൻ തുടങ്ങി. കണ്ണുനീർത്തുള്ളികൾ താടിരോമങ്ങൾക്കുള്ളിലൂടെ ഒഴുകിയുന്ന അള്ളാഹുവിന്റെ പ്രവാചകൻ തിരിച്ചു പറഞ്ഞു, ആയിഷ,
അന്ന് റബ്ബിന്റെ മഹ്ശറയിൽ നഫ്സി നഫ്സി ഓരോരുത്തരും സ്വന്തത്തിനു വേണ്ടി ഓടുന്ന ദിനമാണ്. ഒരു വാപ്പയും മക്കൾക്ക് വേണ്ടി സംസാരിക്കാത്ത ദിനം, ഒരു ഉമ്മയും മക്കളെ തിരിഞ്ഞു നോക്കാത്ത ദിനം, ഒരു മക്കളും മാതാപിതാക്കളെ പരിഗണിക്കാത്ത ദിനം, ഒരു ബന്ധുക്കളും മറ്റു ബന്ധുക്കളെ പരിഗണിക്കാത്ത ദിനം. അമ്മായിഷ, ഒരാൾക്ക് മറ്റൊരാളുടെ മുഖത്തേക്ക് നോക്കാൻ പോലും കെൽപ്പുണ്ടാവില്ല ആയിഷ. എന്നിട്ടല്ലേ ആയിഷ മറ്റൊരാളെ ശരീരത്തിലേക്ക് നോക്കുക? ഒരാൾക്ക് മറ്റൊരാളെ മുഖത്തേക്ക് നോക്കാനുള്ള കെൽപ്പ് അത് ഉണ്ടാവില്ല ആയിഷ. അത്രയും ഭയാനകമായൊരു ദിനത്തിൽ അള്ളാഹുവിന്റെ ചോദ്യത്തിന്റെ തീരുമാനങ്ങൾ അള്ളാഹു തആലയുടെ മുൻപിൽ നമ്മൾ അവതരിപ്പിക്കേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, നമ്മളെ തിരിച്ചുള്ള യാത്രയും നമുക്ക് റബ്ബ് നൽകുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പരാജയപ്പെടുന്നതും ഏത് ചോദ്യത്തിലാണെന്നറിയോ? അത് നിസ്കാരത്തിന്റെ വിഷയത്തിലായിക്കൂല. കാരണം 5 വക്ത് നിസ്കരിക്കുന്നതിൽ കൃത്യത പാലിക്കുന്നവരാ ഈ മുഅ്മിനീങ്ങളെല്ലാവരും. നോമ്പിന്റെ വിഷയത്തിൽ നമ്മൾ പരാജയപ്പെടൂല. കാരണം റമളാൻ മാസത്തിൽ ഇതുപോലെ നോമ്പനുഷ്ഠിക്കുന്ന ഒരു നാട് നമ്മളെ നാടല്ലാതെ മറ്റൊരു നാടില്ല. കാരണം ആഴ്ചയിൽ പ്രസംഗങ്ങൾ, രാത്രി ഖുർആൻ ക്ലാസുകൾ, അതിൻ്റെ ഇടയിലുള്ള കിസ്സുകൾ, മതപ്രബോധനങ്ങൾ, മതപ്രഭാഷണങ്ങൾ, അതിനേക്കാളേറെ നോമ്പ് തുറപ്പിക്കലുകൾ, നാടൊട്ടുക്കും പാവപ്പെട്ടവന്റെ കുടിലുകളിലേക്ക് കിറ്റെത്തിക്കൽ. നോമ്പിലും ഒരുപക്ഷെ നമ്മൾ പരാജയപ്പെടൂല. മറിച്ച് എന്റെ ഉമ്മത്ത് പരാജയപ്പെടുന്നത് ഏത് വിഷയത്തിലായിരിക്കും? വിശുദ്ധ ഖുർആനിലൂടെ ലോകത്തിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു, വല്ലർഹാം, അവരുടെ കുടുംബത്തിന്റെ വിഷയത്തിൽ അവർ പരാജയപ്പെടും. കാരണം 5 വക്ത് നിസ്കരിക്കുന്ന പലരും കുടുംബത്തിൽ പിണങ്ങി ജീവിക്കുന്നുണ്ട്. 5 വക്ത് നിസ്കരിക്കുന്ന പലരും കുടുംബത്തിൽ അലോഗ്യപ്പെട്ട് ജീവിക്കുന്നവരുണ്ട്. അന്യനോടുള്ള പകയും വെറുപ്പും മനസ്സ് കൊണ്ടടക്കുന്നവര്, വിദ്വേഷവും ശത്രുതയും മനസ്സ് കൊണ്ടടക്കുന്നവര്, തരം കിട്ടിയാലും തക്കം കിട്ടിയാലും അത് പ്രയോഗിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നവര്. ലോകത്തിന്റെ റബ്ബ് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചൊരു വാക്കുണ്ട്, നമ്മളുടെ കുടുംബം അതൊരിക്കലും നമ്മളെ തീരുമാനമല്ല, അത് റബ്ബിന്റെ തീരുമാനമാ. പലരും പറയുന്നൊരു വാക്കുകൾക്ക് ഇടയ്ക്കിടയ്ക്ക്, ഞാനൊരു 10ഓ 12ഓ പെണ്ണ് കണ്ടിട്ടുണ്ട്, 13ാമത്തതാപ്പ ഓളെ കണ്ട് അവിടെ പോയപ്പോ പെട്ടെന്ന്. അല്ല, റബ്ബ് നിശ്ചയിച്ചതാ നിങ്ങൾ 13 12 കാണണമെന്നും 13ാമത്തെ നിങ്ങൾ കെട്ടണമെന്നും. ഭാര്യമാരോടും കൂടിയാ. ചിലരൊക്കെ പറയും, നിങ്ങൾ ഇന്നെ കാണാൻ വന്ന അന്ന് രാവിലെ വേറൊരാൾ വന്നിരുന്നു ഉള്ളിയേരിന്ന്, അതിനങ്ങാ നിന്നാ മതിയായിരുന്നു എന്ന്. അല്ല, പടച്ചോൻ നിശ്ചയിച്ചതാ. ജനിക്കുന്നതിന്റെ അന്ന്, ലോകത്തിന്റെ സൃഷ്ടാവ് ജീവൻ കൊടുക്കുന്ന അന്ന് നിങ്ങളുടെ ഉദരങ്ങളിൽ വാരിയലിൽ പടച്ചോൻ എഴുതി വെച്ചിട്ടുണ്ട് നമ്മുടെ കുടുംബം. അതാണ് വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് ഓർമ്മപ്പെടുത്തിയതും, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസാ വജഅൽനാകും ശുഊബൻ വഖബാഇല ലിതആറഫു ഇന്ന അക്രമക്കും ഇന്നല്ലാഹി അത്ഖാക്കും. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസാ, നിങ്ങളെ വ്യത്യസ്ത കുടുംബത്തിലും വ്യത്യസ്ത നാട്ടിലുമൊക്കെ പടച്ചോൻ ജനിപ്പിച്ചത് എന്തിനാണെന്നറിയോ? നിങ്ങളാ നാടിന്റെയും കുടുംബത്തിന്റെയും പണത്തിന്റെയും ഒക്കെ പവറും പത്രാസും കാണിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല. കാരണം പണക്കാരന്റെ വാപ്പയൊന്നേ ഉള്ളൂ, പാവപ്പെട്ടവനും വാപ്പ ഒന്നേ ഉള്ളൂ. തറവാട്ടുകാരനും ഒന്നേ ഉള്ളൂ, തറവാടില്ലാത്തവനും ഒന്നേ ഉള്ളൂ. കറുത്തോനും ഒന്നേ ഉള്ളൂ, വെളുത്തോനും ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നവർ റബ്ബ് വിശ്വസിച്ചേൽപ്പിച്ച ബന്ധങ്ങളെ ഏറ്റവും മനോഹരമാക്കുന്നവരെയാ. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏത് കുടുംബത്തിൽ ജനിക്കണം, നമ്മളെ മക്കൾക്ക് എത്ര എണ്ണം ഉണ്ടാവണം, അതിലെത്ര എണ്ണം നമുക്ക് ജീവിതത്തിൽ കിട്ടണം, എത്ര എണ്ണം നമ്മളെ മുൻപേ മരിച്ചു പോകണം, നമ്മളെ കാരണവരാരാവണം, നമ്മളെ ഭാര്യാപിതാവ് ആരാവണം, നമ്മളെ ഭർത്താവിന്റെ വാപ്പയമ്മയും ആരാവണം, ഇതൊക്കെ റബ്ബിന്റെ തീരുമാന. അതൊന്നും യാദൃച്ഛികല്ല, അതൊന്നും നമ്മൾ തീരുമാനിച്ചതല്ല. ബ്രോക്കർ കൊണ്ടെത്തന്നതാണൊക്കെ നമുക്കൊരു കാരണം പറയാ. വാപ്പ പോയി അന്വേഷിച്ചതാ, വാപ്പ മരം വെട്ടാൻ പോയപ്പോ കണ്ടതാ, വാപ്പ ആശുപത്രിയിൽ വെച്ച് കണ്ടതാ, അമ്മ വല്യമ്മാന്റെ കൂടെ ആശുപത്രിയിൽ നിൽക്കുമ്പം കണ്ട് പരിചയപ്പെട്ട് കൊണ്ടുവന്നതാ, അതൊക്കെ ഒരു കാരണം മാത്ര. മറിച്ച് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പടച്ച റബ്ബ് നിശ്ചയിച്ചതാ നമ്മളെ കുടുംബം. അതാണ് റബ്ബ് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നതും, വല്ലാഹു ജഅല ലക്കും മിൻ അൻഫുസിക്കും അസ്വാജൻ,
തീർച്ചയായും റബ്ബ് നിങ്ങളിൽ തന്നെയുള്ള നിങ്ങളുടെ ഇണകളിൽ നിന്ന് അള്ളാഹു നിങ്ങൾക്ക് മനുഷ്യരിൽ നിന്ന് ഇണകൾ സൃഷ്ടിച്ചിരിക്കുന്നു. വജഅല ലക്കും മിൻ അസ്വാജിക്കും ബനീന